നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. PSC ഇന്ന് നടത്തിയ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 LD ടൈപ്പിസ്റ്റ് പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ ഡിസ്കഷൻ ആണ്. അപ്പോൾ ഇതിൽ നമ്മുടെ GK ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നാളെ LDC പരീക്ഷ എഴുതുന്ന ആൾക്കാർക്ക്, ഇനിയുള്ള ജില്ലകളിലെ LDC പരീക്ഷയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഈ ആൻസർ കീ ഡിസ്കസ് ചെയ്യുന്നത്. ഇംഗ്ലീഷിലാണ് എക്സാം നടന്നതെങ്കിലും ഞാൻ മലയാളത്തിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും ഓരോ ക്വസ്റ്റ്യനും പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ആൻസർ കീ ഒന്ന് പരിശോധിക്കും. ആദ്യത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ പോപ്പുലേഷൻ സ്ട്രക്ചർ സച്ച് ആസ് ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ്സ്, മൈഗ്രേഷൻ ആൻഡ് പോപ്പുലേഷൻ ഡെൻസിറ്റി. ജനന മരണ നിരക്ക്, കുടിയേറ്റം, ജനസാന്ദ്രത തുടങ്ങിയ ജനസംഖ്യാ ഘടനയുമായി ബന്ധപ്പെട്ട ശാസ്ത്രത്തിന്റെ ശാഖ ഇനി പറയുന്നവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡെമോഗ്രഫിയാണ്. ഡെമോഗ്രഫി. ഹു ഈസ് നോൺ ആസ് മയ്യഴി ഗാന്ധി. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് IK കുമാരൻ മാസ്റ്റർ ആണ്. IK കുമാരൻ. Which 5-year plan is known as ഗാഡ്ഗിൽ യോജന. ഗാഡ്ഗിൽ യോജന എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? 3rd 5-year പ്ലാൻ ആണ്. Who is the present Human Resource Development Minister of India? ഇന്ത്യയുടെ നിലവിലെ മാനവ വിഭവ ശേഷി വികസന മന്ത്രി ആരാണ്? ഉത്തരം പ്രകാശ് ജാവദേക്കർ. പ്രകാശ് ജാവദേക്കർ ആണ്. Who formulated the drain theory? ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജി. Who is the present Census Commissioner of India? ഇന്ത്യയുടെ നിലവിലെ സെൻസസ് കമ്മീഷണർ ആരാണ്? ശ്രീ മൃത്യുഞ്ജയ് കുമാർ നാരായൺ ആണ് പ്രസന്റ് സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ. In which year Kerala Startup Mission started its operation? ഉത്തരം 2006 2006 കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പ്രവർത്തനം ആരംഭിച്ച വർഷം 2006. Who was the president of the International Congress in the അമരാവതി കോൺഫറൻസ്? അമരാവതി സമ്മേളനത്തിൽ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? C ശങ്കരൻ നായർ. C ശങ്കരൻ നായർ. Who was the first martyr of freedom struggle in South India? ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമര രക്തസാക്ഷി ആരായിരുന്നു? വാഞ്ചി അയ്യരാണ്. വാഞ്ചി അയ്യർ. Who was the founder of സാധുജന പരിപാലന സംഘം? സാധുജന പരിപാലന സംഘ സ്ഥാപകൻ ആര്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളി. ഓക്കെ, അപ്പോൾ 10 GK ചോദ്യമാണ് ഈ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത്. ഇനി ബാക്കി ഇവരുടെ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അല്ലാതെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് എന്നിവയുണ്ട്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷും മലയാളവും ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇൻസേർട്ട് ആർട്ടിക്കിൾസ് വേറെവർ നെസസറി. He is dash European student. He has to go to dash hospital as he is ill. അപ്പോൾ ഇവിടെ ആ 2 ഡാഷിൻ്റെ അവിടെയും പ്രോപ്പർ ആയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് വെച്ച് ഫില്ല് ചെയ്യണം. എ യൂറോപ്യനും എ ഹോസ്പിറ്റലും ആണ് ശരി. ഹി ഈസ് എ യൂറോപ്യൻ സ്റ്റുഡൻറ്. ഹി ഹാസ് ടു ഗോ ടു എ ഹോസ്പിറ്റൽ ആസ് ഹി ഈസ് ഇൽ. ഫിൽ ഇൻ ദ ബ്ലാങ്ക് സെലക്ടിങ് ദ കറക്റ്റ് ഫോം ഓഫ് ബി ഫ്രം ദോസ് ഗിവൺ ബിലോ. ബിയുടെ കറക്റ്റ് ഫോം ഈ ഓപ്ഷനിൽ നിന്ന് എടുത്തെഴുതാനാണ് പറഞ്ഞേക്കുന്നത്. സെന്റൻസ് ഇതാണ്: ഐദർ യുവർ ബ്രേക്സ് ഓർ യുവർ ഐസൈറ്റ് ഡാഷ് അറ്റ് ഫോൾട്ട്. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഈസ് ആണ്. ഈസ്. ഐദർ ഓറിന് ശേഷമുള്ള സബ്ജക്റ്റ് വേണം, അല്ലെങ്കിൽ നൗൺ വേണം എടുക്കാൻ. അപ്പൊ ഈ ഒരു ഐസൈറ്റ് എന്ന് പറഞ്ഞ സിംഗുലർ ആയതുകൊണ്ട് ഈസ് ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ആറ്റ് ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ്. യു നെവർ സേ വാട്ട് യു ആർ തിങ്കിങ് ഡാഷ്. ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് എന്താ? ഡു യു ആണ്. ഡു യു. ഐഡന്റിഫൈ ദ പാസീവ് ഫോം ഓഫ് ദ ഗിവൺ സെന്റൻസ്. When did they build these houses? ഇതിന്റെ പാസീവ് ഫോം കണ്ടെത്തുക. When were these houses built? Identify the correct sentence. Hardly. ഹാർഡ്ലിയുടെ ഫോം ആണ്. ഹാർഡ്ലിയുടെ ഫോം കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഹാർഡ്ലി ഹാഡ് ഹി സ്റ്റുഡ് അപ്പ്. വെൻ. ഹാർഡ്ലിക്ക് ശേഷം എന്ത് വേണം യൂസ് ചെയ്യാൻ? വെൻ. വെൻ ദ ചെയർമാൻ ആസ്ക്ഡ് ഹിം ടു സിറ്റ് ഡൗൺ.
use the one word substitute for the underlined phrasal verb. The two boys went at each other furiously. Went at അല്ലെങ്കിൽ go at എന്ന phrasal verbന്റെ മീനിങ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് അറ്റാക്ഡ്. അറ്റാക്ഡ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഗ്രാമാറ്റിക്കലി കറക്റ്റ്? ഇവിടെ 4 സ്റ്റേറ്റ്മെന്റ്സ് വന്നിട്ടുണ്ട്. ഇവിടെ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ളത് 2ഉം 4ഉം ആണ്. യുവർ ജീൻസ് ആർ ഇൻ ദ വാഷ്. ദ സ്റ്റെയർസ് വെർ സ്റ്റീപ്പ് ആൻഡ് വൈൻഡിങ്. അടുത്തത് ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദ അണ്ടർലൈൻഡ് ഇഡിയം. ടു സക്സീഡ് ഇൻ ലൈഫ് വൺ ഷുഡ് ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ. ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ എന്ന ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വർക്ക് വെരി ഹാർഡ് എന്നതാണ്. വർക്ക് വെരി ഹാർഡ്. ഐഡന്റിഫൈ ദ ഗ്രൂപ്പ് കൺസിസ്റ്റിംഗ് ഓഫ് ദ വേർഡ്സ് വിത്ത് ദ കറക്റ്റ് സ്പെല്ലിംഗ്. ഇവിടെ 4 വേർഡ്സ് വീതമുള്ള 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ 4 വേർഡ്സും കറക്റ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് വേണം കണ്ടുപിടിക്കാൻ. ഓപ്ഷൻ സി ആണ് ഉത്തരം. സൊവനിയർ, 12th, വേഴ്സറ്റാലിറ്റി, സ്റ്റുപ്പിഫൈ. ഓക്കെ, അടുത്ത ചോദ്യം. ഫിൽ ഇൻ ദ ബ്ലാങ്ക് യൂസിംഗ് ദ കറക്റ്റ് വേർഡ്. ഇൻ ദ സ്പീച്ച് ഷീ ഷവേർഡ് ഡാഷ് അപ്പോൺ ഹിം. ഉത്തരം ഓപ്ഷൻ എ ആണ്. കോംപ്ലിമെന്റ്സ് ആണ്. കോംപ്ലിമെന്റ്സ്, PLI ആണ് കോംപ്ലിമെന്റ്സ്. അപ്പോൾ ഇംഗ്ലീഷ് കഴിഞ്ഞു. അടുത്ത മലയാളം. ശരിയായ വിഗ്രഹാർത്ഥം കണ്ടെത്തുക. അങ്കോപാംഗം. ഇത് വിഗ്രഹിച്ചെഴുതുമ്പോഴത്തേക്കും എങ്ങനെ വരും? അംഗവും ഉപാംഗവും എന്നതാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ അറിയാനുള്ള ആഗ്രഹം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം. അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ. അറിയാൻ ആഗ്രഹിക്കുന്നവൻ ജിജ്ഞാസു. താഴെ കൊടുത്തിട്ടുള്ള പദങ്ങളിൽ പുല്ലിംഗ ശബ്ദങ്ങൾ ഏതെല്ലാമാണ്? പുല്ലിംഗ ശബ്ദങ്ങൾ ഓപ്ഷൻ എ ആണ് ഉത്തരം. ഏകാഗിയും കവിയും. ഏകാഗിയും കവിയുമാണ്. പാദം കൊണ്ട് പാനം ചെയ്യുന്നത് എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം ഏത്? പാദം കൊണ്ട് പാനം ചെയ്യുന്നത്. പാദപം. പാദപം. ശ്ലോകത്തിൽ കഴിക്കുക എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ചുരുക്കി പറയുക. ശ്ലോകത്തിൽ കഴിക്കുക എന്നാൽ ചുരുക്കി പറയുക. ശരിയായ പദം കണ്ടെത്തുക. ഈ കവയിത്രി ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇല്ല. ഓപ്ഷൻ എ ആണ് ഉത്തരം. കവയിത്രി. കവയിത്രി. വിണ്ടലം. പിരിച്ചെഴുതിയത് നോക്കി ശരിയായത് കണ്ടെത്തുക. വിണ്ടലവും എപ്പോഴും ചോദിക്കാറുണ്ട്. ആദേശസന്ധിക്ക് ഉദാഹരണമാണ് വിണ്ടലം. വിൺ അധികം തലം. വിണ്ടലം. ആകാശം എന്നർത്ഥം വരുന്ന പദങ്ങൾ ഏതെല്ലാം? ആകാശത്തിന്റെ പര്യായ പദങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. 1ഉം 3ഉം ആണ് ഉത്തരം. ഒന്നാമത്തത് വാനം, മൂന്നാമത്തത് ഗഗനം. ഓപ്ഷൻ സി. ഉഗ്രം എന്ന പദത്തിന്റെ വിപരീത പദം കണ്ടെത്തുക. ഉഗ്രം വിപരീത പദം ശാന്തം. ശാന്തം. തെറ്റായി എഴുതിയിരിക്കുന്ന വാക്ക് ഏതാണ്? തെറ്റായി എഴുതിയിരിക്കുന്നത് ന്യായാധിപൻ എന്നതാണ്. സങ്കീർണം ശരി, തത്വജ്ഞാനി ശരി, അതിഥി ശരി. സബ്മിറ്റ് എന്ന പദത്തിന് തുല്യമായ മലയാള പദം ഏതാണ്? സബ്മിറ്റ് സമർപ്പണമാണ്. സമർപ്പണം. നാഗം എന്ന പദത്തിന് പാമ്പ് എന്നാണ് അർത്ഥം. അങ്ങനെയെങ്കിൽ നാകം എന്ന പദത്തിന്റെ അർത്ഥം എന്താ? നാഗം എന്നാൽ സ്വർഗം. സ്വർഗം എന്നതാണ് അർത്ഥം. പ്രതിപദം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? പ്രതിപദം പദമോരോന്നിലും. പ്രതിപദം പ്രതിദിനം, ഓരോ ദിനം എന്ന് ഉദ്ദേശിക്കുന്നത് പോലെ പ്രതിപദം പദമോരോന്നിലും എന്നതാണ് മീനിങ്. ശരിയായ വാക്യം ഏതെന്ന് കണ്ടെത്തുക. ഇവിടെ തന്നിരിക്കുന്നതിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തിയതിനു ശേഷമാണ് കളക്ടറും മേയറും എത്തിയത് എന്നതാണ് ശരി. ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ അയാൾക്ക് സ്വയം ആത്മഹത്യ. സ്വയം ഹത്യ ചെയ്യുന്നതിനെയാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. അപ്പോൾ സ്വയവും ആത്മയും രണ്ടും കൂടി റിപ്പീറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. യോഗത്തിന് ഏകദേശം 1000-ഓളം. ഏകദേശം ഓളം രണ്ടും സെയിം മീനിങ് ആണ്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ ഭേദം. രോഗം വരാതെ നോക്കുന്നതാണ് നല്ലത്. നോക്കുന്നതാണ്, അതുവരെ മതി. നല്ലത് എന്ന് വേണ്ട, ഭേദം എന്നുണ്ടല്ലോ അവിടെ. അടുത്തത് ആദേശസന്ധിക്ക് ഉദാഹരണം അല്ലാത്ത പദം ഏത്? ആദേശസന്ധിക്ക് ഉദാഹരണം അല്ലാത്തത് തിരുവോണം. ആഗമസന്ധിയാണ്. യായോ വായോ ആഗമിച്ചാൽ. തിരു അധികം ഓണം എന്ന് എഴുതുമ്പോൾ അവിടെ വാ എന്ന വർണ്ണം, വ് എന്ന വർണ്ണം ആഗമിച്ചു. അപ്പൊ അത് ആഗമസന്ധിയാണ്. ബാക്കിയെല്ലാം ആദേശസന്ധി. നന്മ, കണ്ടിയ, നെന്മണി, വിണ്ടലം, അതൊക്കെ എന്താണ്? ആദേശസന്ധിക്ക് ഉദാഹരണങ്ങളാണ്. ആള് കൂടിയാൽ പാമ്പ് ചാകില്ല എന്ന പ്രയോഗത്തിന്റെ ആശയം ഏതാണ്? ആള് കൂടിയാൽ പാമ്പ് ചാകില്ല. ആളുകൾ കൂടിയാൽ അഭിപ്രായ വ്യത്യാസം വരാനും ലക്ഷ്യത്തിലെത്താൻ കഴിയാതെയും വരും. ഞാൻ സഹായിക്കും എന്നതിന്റെ ശരിയായ വിവർത്തനം ഏതാണ്? ഞാൻ സഹായിക്കും. ഐ വിൽ അസിസ്റ്റ്. ഐ വിൽ അസിസ്റ്റ്. താഴെ പറയുന്നവയിൽ ബഹുവചന പദം അല്ലാത്തത് ഏത്? ബഹുവചന പദം അല്ലാത്തത് പണിക്കർ. പൂജക ബഹുവചനമാണ്. ഏകവചനമാണ് അത്. എന്നിരുന്നാലും ബഹുമാനാർത്ഥം ഉപയോഗിക്കുന്നു.
ഞാൻ എന്ന ഭാവം എന്ന അർത്ഥത്തിൽ വരുന്ന ഒറ്റപ്പദം ഏതാണ്? ഞാൻ എന്ന ഭാവം അഹംഭാവം. അഹംഭാവം. ഇഹലോകത്തെ സംബന്ധിക്കുന്നത് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ഏതാ? ഇഹലോകത്തെ സംബന്ധിക്കുന്നത് ഐഹികമാണ്. ഐഹികം. ഓക്കെ. ബാക്കി മാത്സ് ആൻഡ് മെന്റലബിലിറ്റിയാണ് 10 ക്വസ്റ്റ്യൻസ്. പിന്നെ അവരുടെ സബ്ജക്റ്റിനെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ബാക്കിയൊക്കെ. അപ്പോൾ ഇത്രയാണ് ഈ പരീക്ഷയ്ക്ക് ചോദിച്ച ഇംഗ്ലീഷ്, മലയാളം, GK ക്വസ്റ്റ്യൻസ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ മലയാളം ഒക്കെ ആണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇപ്പോൾ അടുത്തടുത്ത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുമ്പം സെയിം ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, അല്ലെങ്കിൽ സെയിം ഏരിയാസ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് തന്നെ ആകണം. ഈ ഒരു ആൻസർ കീ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.